ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ കാതുകളിൽ സന്തോഷത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ ദൈവമായ കർത്താവ് എനിക്ക് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇന്നയോളം ദൈവവചനത്താലും ആത്മീക ദൂതുകളാലും അത്യാവശ്യ വേളയിൽ മനം നിറയ്ക്കുന്ന സ്വർഗത്തിലെ ശബ്ദത്താലും നമ്മെ ഓരോരുത്തരെയും ധന്യരാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് എല്ലാ വിധത്തിലും നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് വചനം ഓരോ ദിവസവും ആവശ്യബോധത്തോടെ കേട്ട് ആത്മനിർവൃതിയോടെ അതിൽ നിന്ന് ആർജിക്കുന്ന സകല ബലത്തിൻ്റെയും മഹത്വം ദൈവത്തിനർപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ ധന്യമാക്കാൻ മനസ്സൊരുക്കത്തോടെ വചനകേൾവിക്ക് തയ്യാറാകുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് മുതിരുകയാണ്. വിശുദ്ധ ബൈബിളിലെ എബ്രായ ലേഖനം 11-ാം അധ്യായം 38-ാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 38-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ആ വാചകമാണ് എടുത്തു പറയുന്നത്. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം വേദപുസ്തക അധ്യായങ്ങളിലെ തികച്ചും വ്യത്യസ്തമായ അധ്യായമാണ്. പ്രസംഗികരുടെ ഒരു മേച്ചിൽപ്പുറമാണ്. പ്രത്യാശ വർദ്ധിപ്പിക്കാൻ ഏറുന്ന ഏറ്റവും ഉചിതമായിരിക്കുന്ന വ്യക്തിപ്രഭാവങ്ങളടങ്ങി അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക മൂല്യങ്ങൾ അന്തർലീനമായിരിക്കുന്ന ചിന്തകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയും. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ ഇരുപുറവും ഈ ഭാരതത്തിന് വേണ്ടി അഹോരാത്രം പോരാടിയ കർമ്മധീരരായിരിക്കുന്ന സമര പോരാളികളുടെ ഛായാചിത്രങ്ങൾ ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചാർത്തി വെച്ചിരിക്കുന്നത് പോലെ വേദപുസ്തകത്തിൻ്റെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ആത്മീക ചരിത്രത്തിൽ ദൈവത്തോടു കൂടെ നിന്ന വിവിധ യുഗങ്ങളിൽ, വിവിധ കാലാന്തരങ്ങളിൽ, കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന ശക്തന്മാരായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അവരെ മലയാളി ക്രൈസ്തവർ വിശ്വാസ വീരന്മാരെന്നാണ് വിളിക്കുന്നത്. അവരുടെ ചിത്രങ്ങളൊന്നും അല്ലെങ്കിലും അവരുടെ ജീവിതത്തെ ചിത്രത്തേക്കാൾ മാധുര്യമായി, അതിനേക്കാൾ ഊഷ്മളമായി ഈ അധ്യായത്തിനകത്ത് ഒരു സാധാരണ വിശ്വാസിയുടെ മനസ്സോടുകൂടെ അന്വേഷണ പാടവത്തിൽ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുവാണെങ്കിൽ ശ്രേഷ്ഠമായ നിലവാരത്തിൽ നമുക്ക് വരച്ചു കാട്ടിയിരിക്കുന്ന അധ്യായമാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടിയ, വിശ്വാസത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട, ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച ഒട്ടനവധി ആളുകൾ. പേര് പറഞ്ഞവരുണ്ട്, പേര് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്നവരുണ്ട്, ആരാന്ന് പിടികിട്ടാത്ത പലരുമുണ്ട് ഇതിനകത്ത്. എന്താണെങ്കിലും ഒട്ടനവധി ആളുകളെ ആത്മീക ചരിത്രത്തിൻ്റെ ഇടനാഴിയിലൂടെ ദൈവത്തോടൊപ്പം നടന്ന ശ്രേഷ്ഠന്മാരായ, ധീരന്മാരായ, ദൈവത്തിൻ്റെ പക്ഷം നിന്ന് സാക്ഷ്യം തികച്ച ഒട്ടനവധി ആളുകളെക്കുറിച്ചുള്ള പരാമർശം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനകത്തുണ്ട്. അതിനൊരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്ന വാചകമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് എന്നെ വല്ലാതെ പ്രേരിപ്പിച്ചത്. ആ വാചകം മലയാളത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്: ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. മറ്റൊരു പരിഭാഷയിൽ, മറ്റൊരു ഭാഷാന്തരത്തിൽ പറഞ്ഞാൽ ലോകം അവർക്ക് അനുകൂലമായിരുന്നില്ല. ലോകം അനുകൂലമല്ലാത്തവരുടെ സ്ഥിതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്നൊരു വലിയ പുണ്യപ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു രാജ്യത്ത് വധശിക്ഷ കാത്തു കിടന്നൊരാൾക്ക് മോചനദ്രവ്യമായി കോടിക്കണക്കിന് രൂപ ആരാ കൊടുത്ത്? ഈ ലോകത്തിലെ സഹോദര സ്നേഹമുള്ള, മനുഷ്യത്വമുള്ള ആളുകൾ വിവിധ നിലവാരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ചില ദിവസങ്ങൾ കൊണ്ട് കളക്ട് ചെയ്തു. ആവശ്യത്തെക്കാൾ അപ്പുറം ചില ദിവസങ്ങൾ കൊണ്ട്, നമ്മുടെ ഭാഷ പറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ആ തുക കളക്ട് ചെയ്യാൻ മലയാളികളായിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ലോകം അനുകൂലമായിരുന്നു ആ കാര്യത്തിൽ. ഒരുപാട് പേര് കൈനീട്ടി, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു. ജാതി മത ഭേദമെന്തേ എന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയവരും ചെറിയവരും എല്ലാം തന്നാൽ കഴിയുകയും ചെയ്തു. ഇപ്പോൾ ലോകത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു നാൽക്കവലയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആ കവലയിലുള്ള ആളുകളെല്ലാം കൂടി അനുകൂലമായി പറയുക. ഈ വണ്ടിയൊക്കെ ഒരയവും പോറും തട്ടുമൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഒരു അന്യനാട്ടുകാരനാണെങ്കിൽ, അറിയപ്പെടാത്ത ആളാണെങ്കിൽ, ചിലപ്പോൾ മറ്റേ കക്ഷി ആ നാട്ടിലെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ പാടെ മറിഞ്ഞു നിൽക്കും. നീതി നിഷേധമായി മാറ്റപ്പെട്ടേക്കാം. സത്യം അസത്യമായി മാറിയേക്കാം. ഒരു നാടങ്ങ് പിന്തുണയ്ക്കുവാണെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും? അപ്പം ലോകത്തിൻ്റെ പിന്തുണ, മനുഷ്യരുടെ പിന്തുണ എന്നൊക്കെ പറയുന്നൊരു വലിയ കാര്യമാണ്. മനുഷ്യൻ അനുകൂലമാകുക, ഈ ലോകം അനുകൂലമാകുക. ലോകമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ വ്യവസ്ഥിതിയുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നതും കാണാൻ പറ്റാത്തതുമായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന പല കാര്യങ്ങളടങ്ങുന്നതാണ് ലോകമെന്ന വാക്കിന് വേദപുസ്തകം കൊടുക്കുന്നത്. മനുഷ്യരുണ്ട്, ഭരണകൂടങ്ങളുണ്ട്, സാത്താന്യ ശക്തികളുണ്ട്, ഇവിടുത്തെ വ്യവസ്ഥാപിതമായിരിക്കുന്ന പലതുമുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് വേദപുസ്തക ഭാഷയിൽ ലോകം. 4 ആളുകളുടെ പിന്തുണയല്ല, ഇലക്ഷൻ വരുന്നു, കുറേ ആളുകളുടെ വോട്ടല്ല, പിന്നെയോ കണ്ണിന് കാണുന്നതും കണ്ണിന് കാണാത്തതുമായിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന ഭാവപ്രഭാവങ്ങളെ ഒന്നിച്ചു കൂട്ടി ശക്തമായി നിൽക്കുന്ന ഒരു വലിയ മൂവ്മെൻ്റാണ് ലോകമെന്ന് പറയുന്നത്. ഒരാളോ 2 ആളോ അല്ല, ഒരു കുടുംബക്കാരോ 2 കുടുംബക്കാരോ അല്ല, അതൊരു വലിയ വ്യവസ്ഥിതിയാണ്. അത് പ്രതികൂലമാകുക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പാടാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അയൽവക്കക്കാർ നമുക്ക് ശത്രുക്കളായാൽ അസ്വസ്ഥമാകൂല്ലേ? പിന്നെ നമുക്ക് കൂടെ തോന്നും നമ്മൾ കലഹക്കാരല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിറ്റുപിറക്കി അങ്ങോട്ടിങ്ങനെ പോയാൽ മതി. പിന്നെ അതിന് പ്രാർത്ഥനയായി, ഉപവാസമായി, പറച്ചിലായി, നേർച്ചയായി എന്തെല്ലാമാണ്. കാരണം അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സ്വന്തം വീടിനകത്ത് ശത്രുക്കളെപ്പോലെ പെരുമാറുന്നവരുണ്ടെങ്കിൽ ചട്ടിയും കലവും പറക്കിക്കൊണ്ട് വേഗത്തിൽ പോകും. അവരെ തെറ്റു പറയാൻ പറ്റില്ല, അവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന്. അനുകൂല സാഹചര്യത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ പ്രതികൂലത്തിന് നടുവിൽ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ വ്യത്യസ്തവും അവാച്യവും അത്ഭുതകരമായി എനിക്ക് തോന്നിയത്, ഈ അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഒറ്റ കുഞ്ഞുങ്ങൾക്കും ലോകം അനുകൂലമല്ലായിരുന്നു. തുറന്നു പറഞ്ഞാൽ സർക്കാർ, മനുഷ്യർ, ആളുകൾ, ഉന്നതന്മാർ, ഉദ്യോഗസ്ഥന്മാർ, നിയമങ്ങൾ, രാഷ്ട്രം, രാഷ്ട്രീയക്കാർ, മതങ്ങൾ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഭൂതപ്രേത പിശാചുക്കളടങ്ങിയ സാത്താന്യ ലോകത്തിലെ സകലവിധ ദുഷ്ടാത്മ സേനകൾ, ഇവയെല്ലാം കൂടി ചേരുന്നതാണ് ലോകം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നും അനുകൂലമല്ലായിരുന്നു. എന്നിട്ടും ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളുടെ കഥ തീരുമ്പോൾ, ചരിത്രം തീരുമ്പോൾ, അവരെ ഉപദ്രവിച്ച് കാണും, മൃഗീയമായി പീഡിപ്പിച്ച് കാണും. അവരെ ചിലപ്പോൾ ലോകത്തിൽ ആർക്കും കൊടുക്കാത്ത ശിക്ഷാ നടപടികൾ കൊടുത്ത് ഈ ലോകം വധിച്ചു കാണും. അധികാരം കയ്യിലേന്തിക്കൊണ്ട് അധികാരികൾ അവരുടെ ജീവനെ ഇല്ലാതെയാക്കി കാണും. അവരുടെ ശരീരവും തലയും തമ്മിൽ വേർപെടുത്തി കാണും. പക്ഷേ ഇവരെ ആരെയും പരാജിതരായിട്ടല്ല ചരിത്രവും വേദപുസ്തകവും ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയോ ഇവരെല്ലാം ദൈവദൃഷ്ടിയിൽ ഹീറോകളാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, പ്രഭാഷകരുടെ ഭാഷയിൽ കോരിത്തരിപ്പിക്കുന്ന താരങ്ങളാണ്. ഇവരെല്ലാം വിജയശ്രീലാളിതരും, മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ജീവിക്കാൻ ഇൻസ്പിറേഷൻ കൊടുക്കുന്ന, ശക്തമായിരിക്കുന്ന ജീവിതം കാഴ്ചവെച്ച് മൺമറഞ്ഞ മഹാരഥന്മാരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ടോ? ലോകം അനുകൂലം അല്ലാതിരുന്നിട്ടും ഇവിടെ വിജയിച്ചു ഒരു കൂട്ടം ആളുകൾ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, നിങ്ങൾക്കാരോ 5-6 പേര് പ്രതികൂലമാണ്. നിങ്ങളുടെ ഓഫീസിൽ ആരോ നിങ്ങൾക്കെതിരാണ്. ഞാൻ ആദ്യം പറഞ്ഞു അവിടെയൊക്കെ നിൽക്കാൻ പാടാ, ശരിയാണ്. നിങ്ങളുടെ വീട്ടിൽ ചിലർ പ്രതികൂലമാണ്, നിങ്ങളുടെ നാട്ടിൽ ചിലർ പ്രതികൂലമാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് ചിലരെതിരാണ്, നിങ്ങളുടെ വിഷയം മറ്റു പലർക്കും പുച്ഛമാണ്. അങ്ങനെ പല രീതിയിൽ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒട്ടനവധി പേർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് ഞാൻ സാരമില്ലെന്ന് പറയാനല്ല ഈ വാക്യം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ തന്നത്. പിന്നെയോ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ജീവിച്ചവരാരും ചരിത്രം തീരുമ്പോൾ പൊഴിഞ്ഞു വീണ ഇല പോലല്ല തീർന്നത്. ഒറ്റയാളെ മാത്രം നോക്കാം. യാക്കോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ 11-ാം അധ്യായത്തിനകത്തുണ്ട്. ട്രാജഡിയായിരുന്നു ജീവിതം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ടു. യോസേപ്പ് നഷ്ടപ്പെട്ട വേളയിലാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ യാക്കോബ് പറഞ്ഞു, തലയിൽ കൈവച്ചുകൊണ്ടായിരിക്കും പറഞ്ഞത്, സ്വന്തം മക്കളുടെ മുമ്പിൽ പറഞ്ഞു, അയ്യോ എല്ലാം എനിക്ക് പ്രതികൂലം, മക്കൾ, സാഹചര്യം, കുടുംബം, വീട്, സ്വന്തക്കാർ, ചേട്ടൻ, അപ്പൻ, എന്തൊക്കെയാണ്, അമ്മായിയപ്പൻ, അളിയന്മാർ, എല്ലാം എനിക്ക് പ്രതികൂലം എന്നൊരിക്കൽ പറഞ്ഞു. ഈ മനുഷ്യൻ വയോധികനായി
സ്വന്തം മകൻ അയച്ച രഥത്തിൽ കയറി മിസ്രായിമിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഫറവോനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കോരിത്തെരിപ്പിക്കുന്നതാ പ്രിയപ്പെട്ടവരെ. അദ്ദേഹം പറഞ്ഞു, കൊട്ടാരത്തിനകത്തിരുന്നുകൊണ്ട് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം ഇത്രയാണ്, എൻ്റെ ദൈവം എന്നെ നടത്തി, ഞാൻ സംതൃപ്തനാണ്. ഞാൻ എൻ്റെ മോനെ കണ്ടു, എൻ്റെ മോൻ്റെ കുടുംബം കണ്ടു, എൻ്റെ മോൻ്റെ മക്കളെ കണ്ടു, ഫറവോനെ കണ്ടു, കൊട്ടാരം കണ്ടു, മിസ്രയീം കണ്ടു, അന്ന് കാണേണ്ട ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കണ്ടു. കൊടിവെച്ച രഥത്തിൽ ഒരു മന്ത്രിയുടെ അപ്പനായി, ഒരു രാജ്യത്തലവൻ്റെ അപ്പനായി എന്നെ ഈ നാട്ടിൽ സ്വീകരിച്ചു, മാന്യതയിൽ സൽക്കരിച്ചു, ശ്രേഷ്ഠതയിൽ പാർപ്പിച്ചു. എന്തോ പറയുന്നു, ലോകം അനുകൂലമല്ലാതിരുന്നിട്ടും കാണേണ്ടതൊക്കെ കണ്ടു, ചെല്ലേണ്ടിടത്തൊക്കെ ചെന്നു, ഏക്കേണ്ടതൊക്കെ ഏറ്റു, എന്താ പറയുക, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു, പോകേണ്ടതൊക്കെ പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇന്ന് പറയുക, പ്രതികൂലം എന്നത് ദൈവമക്കളെ സംബന്ധിച്ചൊരു പുത്തരിയൊന്നുമല്ല. നിങ്ങൾക്ക് മാത്രമുള്ളതല്ലിത്. 1-ാം നൂറ്റാണ്ട് മുതൽ അല്ല, ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കാൻ ആര് തീരുമാനിച്ചോ അന്ന് മുതൽ ഇങ്ങോട്ട് പ്രതികൂലം ദൈവഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം കൂടെ വരുന്നതാണ്, കൂടപ്പുറപ്പാണ്. ഈ രോഗം അവർക്ക് അനുകൂലമല്ല. വിചാരിക്കാത്ത പലരും എതിരാണ്, പ്രതികൂലമാണ്. പക്ഷേ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു, ചരിത്രം തീരുമ്പോൾ ലോകത്തിൻ്റെ പിന്തുണയില്ലെങ്കിലും മനുഷ്യൻ്റെ പിന്തുണയില്ലെങ്കിലും ലോകം പ്രതികൂലമാണെങ്കിലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ കാണേണ്ടതൊക്കെ കണ്ട്, ചെല്ലേണ്ടിടത്തൊക്കെ ചെന്ന്, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് ആ ഒരു നിലവാരത്തിൽ ഒരവസാനം കുറിക്കാൻ ദൈവം ഇടയാക്കും. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ. അതുകൊണ്ട് ഏതൊക്കെയോ പ്രതികൂലങ്ങളെ കണ്ട് ജീവിതം മാറ്റിക്കളയരുത്, തീരുമാനങ്ങളിൽ നിന്ന് മാറരുത്. പ്രതികൂലങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഒരു നരകക്കുഴിയിലായിരിക്കില്ല. ദൈവത്തോട് അടുക്കാനും ദൈവത്തോട് കൂടെ നിൽക്കാനും ദൈവത്തിൻ്റെ കൂടെ നടക്കാനൊക്കെ പ്രേരണ തരുന്നതായിരിക്കും. അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് സ്വർഗത്തിൻ്റെ സ്വപ്ന സൗഭാഗ്യങ്ങളിലായിരിക്കും. അവിടേക്ക് എത്തിച്ചേരാൻ ഈ ആനുകൂലികത ഒന്നും വേണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ദൈവാശ്രയത്തോടെ, പ്രാർത്ഥനയോടെ, തിരുവെഴുത്തിൻ പ്രകാരം മുന്നോട്ട് പോകാൻ മഹാദൈവത്തിൻ്റെ കൃപ നിങ്ങളെ വീണ്ടും സജീവമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇത് കേട്ട ആരെങ്കിലും കടുത്ത പ്രതികൂലത്തിൽ, ലോകം, വീട്, ഭവനം, സ്വന്തക്കാർ എല്ലാം പ്രതികൂലം, അങ്ങനെ നിൽക്കുന്നവരുണ്ടെങ്കിൽ മരിക്കാനൊന്നും ശ്രമിക്കരുത്. ജീവിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയവനാന്ന് പറയണം. ദൈവം ഒരു കരപറ്റിക്കും. യാക്കോബിനെ പോലെ ഒരു ദിവസം നിങ്ങൾക്കും തിരിഞ്ഞു നിന്ന് പറയാൻ പറ്റും, അനുകൂലം ആരും ഇല്ലെങ്കിലും ദൈവം എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു എന്ന്. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൽ ദൈവമായ കർത്താവ് തരുന്ന നല്ല ആലോചനയ്ക്ക് നന്ദി കർത്താവേ. വേദപുസ്തകം ഞങ്ങളോട് സംസാരിക്കുന്ന ദിവ്യ വചസ്സുകൾക്ക് നന്ദി. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഈ വാക്ക് ആയിരങ്ങളെ ഉറപ്പിക്കട്ടെ. അനുകൂല സാഹചര്യത്തിലല്ലാതെ ജീവിക്കുന്നവർ, രോഗം, കഷ്ടം, കടഭാരം, പ്രയാസം, ഇതിലൊക്കെ ബുദ്ധിമുട്ടുന്നവർ, ഇന്നത്തെ കഷ്ടങ്ങളെ തരണം ചെയ്യാനുള്ള കൃപ മാത്രം ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ അവർ ഉയർത്തപ്പെടട്ടെ, എത്തേണ്ടിടത്ത് എത്തട്ടെ, ദൈവം മാനിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ ഭക്തന്മാരുടെ ദൈവമേ, ഈ വചനം കേൾക്കുന്നവരെ കൂടെ ഓർത്തേക്കണേ. അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭത വരട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.